എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇന്ന് യോഗ ക്ലാസ്സിൽ 3-ാം അധ്യായമാണ് പറയുന്നത്. ഈ ക്ലാസ്സിൽ ആദ്യമായി പഠിക്കാൻ പോകുന്നത് താലാസനം 1. ഇതിനെക്കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ നിവർന്ന് നിൽക്കുക. കാലുകൾ തമ്മിൽ ഒരടി അകലം ഉണ്ടായിരിക്കണം. 2 കൈകളും മുട്ടുകൾ വളയാതെ അതാത് വശങ്ങളിൽ ശിരസ്സിന് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. കൈപ്പത്തികൾ അഭിമുഖമായിരിക്കും. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. ഇനി ഉപ്പിറ്റികൾ ഉയർത്തി ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റാതെ ഉയർന്നു നിൽക്കുക. ഈ സമയത്ത് കണ്ണുകൾ ഉയർന്നു നിൽക്കുന്ന കൈപ്പത്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കണം. അല്പസമയം ഈ നിലയിൽ നിന്നിട്ട് ശ്വാസം സാവധാനം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഉപ്പുറ്റികളും കൈകളും താഴ്ത്തി പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കുക. ഇങ്ങനെ 5 പ്രാവശ്യം ചെയ്യുക. ഈ താലാസനം 1 ഇത് അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് പറയാൻ പോകുന്നത്. നടുവേദനയ്ക്ക് ശമനം ഉണ്ടാകുന്നു. നട്ടെല്ലിനും പുറത്തെ പേശികൾക്കും നല്ല വ്യായാമവും അയവും ലഭിക്കുന്നു. നട്ടെല്ലിൻ്റെ വേദന അകലുന്നു. തോളുകൾ നിവർന്നു വരുന്നു. നെഞ്ചിന് വിരിവ് കിട്ടുന്നു. ശ്വാസകോശ ഭിത്തികൾക്ക് ശക്തിയും വികാസവും ലഭിക്കുന്നു. ശ്വസനത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. സ്ത്രീകൾ ഗർഭകാലത്തിലെ ആദ്യ 3 മാസങ്ങളിൽ ഈ ആസനം അനുഷ്ഠിക്കുന്നത് സുഖപ്രസവം എളുപ്പമാക്കുന്നു. ഇനി താലാസനം 2 അതാണ് പഠിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നാം നിവർന്നു നിൽക്കുക. പാദങ്ങൾ തമ്മിൽ അരയടി അകലത്തിൽ വെക്കുക. കൈകൾ രണ്ടും മുമ്പോട്ടടുത്ത് കൈവിരലുകൾ തമ്മിൽ കോർത്ത് വെക്കുക. കൈവെള്ള താഴേക്ക് വരത്തക്ക വിധമായിരിക്കണം കൈകൾ കോർത്ത് പിടിക്കേണ്ടത്. ഇനി ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് നിറച്ചുകൊണ്ട് കൈകൾ മുൻവശത്തോടു കൂടി കോർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുട്ട് വളക്കാതെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ഉപ്പുറ്റികൾ ഉയർത്തി വെക്കുകയും ചെയ്യുക. തുടർന്ന് ശ്വാസം സാവധാനം പുറത്തേക്ക് വിട്ടുകൊണ്ട് അരയ്ക്ക് മേൽഭാഗം പരമാവധി വലതുവശത്തേക്ക് വളയ്ക്കുക. ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് പോകുന്നത് വരെ ഇങ്ങനെ ചെയ്യുക. ഇനി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് നേരെ വരിക. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് വളയുക. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരിക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് കൈകളും ഉപ്പിറ്റിയും താഴ്ത്തി ആദ്യത്തെ അവസ്ഥയിലേക്ക് മടങ്ങി വരിക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കൈകളും ഉപ്പറ്റിയും ഉയർത്തിക്കൊണ്ട് വന്ന് ആദ്യം ചെയ്തത് ആവർത്തിക്കുക. ഇപ്രകാരം ഓരോ വശത്തും 5 തവണ വീതം ചെയ്യുക. ഇങ്ങനെ താലാസനം 2 അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ പറയുകയാണ്. ഇടുപ്പുവേദന ശമിക്കുന്നു. നട്ടെല്ലിന് നല്ല വ്യായാമം ലഭിക്കുന്നു. നട്ടെല്ലിൻ്റെ ബലം കൂടുന്നു. പുറത്തെ മാംസപേശികൾക്ക് നല്ല അയവും ബലവും പ്രാപ്തമാകുന്നു. നടുവേദനയ്ക്ക് ആശ്വാസം ലഭിക്കുന്നു. ഇങ്ങനെ ഇത് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ശരീരത്തിന് നല്ലൊരവസ്ഥ ലഭിക്കുന്നതിന് വേണ്ടി ശവാസനം സ്വീകരിക്കുകയോ അതല്ലെങ്കിൽ നിവർന്നു നിന്നുകൊണ്ട് ദീർഘമായി ശ്വസനക്രിയ നടത്തുകയോ ചെയ്യുക. ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്ന യോഗ വാലുവാമനം എന്നുള്ള യോഗയാണ്. ഇതിനു വേണ്ടി
വജ്രാസനം 2-ൽ ഇരിക്കുക. കൈമുട്ടുകൾ പിന്നിലേക്ക് മടക്കി കൈപ്പടങ്ങൾ രണ്ടും തമ്മിൽ ചേർത്ത് വെക്കുക. കൈവിരലുകൾ മുകളിലേക്ക് വരുന്ന രീതിയിൽ കൂപ്പുകൈകളോടെ ഇരിക്കുക. ദീർഘശ്വാസം 1:2 എന്ന അനുപാതത്തിൽ എടുക്കുകയും പുറത്തു വിടുകയും ചെയ്യുക. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നതിൻ്റെ 2 ഇരട്ടി പുറത്തേക്ക് വിടുക എന്നർത്ഥം. ഈ രീതിയിൽ 10 തവണ ശ്വസനക്രിയ ചെയ്യുക. ഇങ്ങനെ വായുവാമനം അനുഷ്ഠിക്കുന്നതിൻ്റെ ഗുണങ്ങൾ പറയുന്നു. ക്ഷീണത്തിനും ആലസ്യത്തിനും ശാന്തിയും നവോന്മേഷവും ലഭിക്കുന്നു. കൈകളിലെ വേദന പൂർണ്ണമായും ശമിക്കുന്നു. നെഞ്ചിന് കൂടുതൽ വിരിപ്പ് ലഭിക്കുന്നു. ആസ്തമ കുറയുന്നു. ആമാശയത്തെ ശുദ്ധീകരിക്കുന്നു. ഇവയ്ക്കാണ് ഈ യോഗ കൊണ്ടുള്ള പ്രയോജനം. ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത് കടിചക്രാസനം. ഇതിനു വേണ്ടി നിവർന്നു നിൽക്കുക. കാലുകൾ രണ്ടും അടുപ്പിച്ചു വെക്കുക. കൈകൾ അതാത് വശങ്ങളിൽ തുടകളോട് ചേർന്നിരിക്കട്ടെ. ഇനി ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടത് കൈ ഇടത് വശത്തുകൂടി മുട്ടുവളക്കാതെ തലക്ക് മുകളിലേക്ക് ഉയർത്തുക. കൈ ഇടത് ചെവിയോട് ചേർന്നിരിക്കട്ടെ. ഉള്ളം കൈ വലതുവശത്തേക്ക് തിരിഞ്ഞിരിക്കണം. വലത് കൈ തുടയിൽ തന്നെ ചേർന്നിരിക്കട്ടെ. തുടർന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അരക്കുമേൽ ഭാഗം വലതുവശത്തേക്ക് പരമാവധി വളച്ചു കൊണ്ടുവരിക. ശ്വാസം പൂർണ്ണമായി പുറത്ത് പോയി കഴിഞ്ഞാൽ ഏതാനും സെക്കൻഡുകൾ ആ സ്ഥിതിയിൽ തന്നെ തുടരുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് നിറച്ചുകൊണ്ട് നിവർന്നു വരിക. ഇടത് കൈ താഴ്ത്തി തുടയോട് ചേർത്ത് വെച്ച് വലത് കൈ ഉയർത്തിപ്പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് വശത്തേക്ക് വളയുക. ശ്വാസം വലിച്ചുകൊണ്ട് ഉയർന്നു വരിക. ഈ വിധം ഓരോ വശത്തും 5 തവണ വീതം ആവർത്തിച്ച് ചെയ്യുക. ഇങ്ങനെ കടിചക്രാസനം അനുഷ്ഠിച്ച് അതിലുണ്ടാകുന്ന ഗുണങ്ങൾ: അരയുടെ അമിതമായ വണ്ണം അകറ്റി ആകാര ഭംഗി പ്രദാനം ചെയ്യുന്നു. നടുവിനും നട്ടെല്ലിനും വഴക്കവും ബലവും നൽകുന്നു. ദഹനം നന്നായി വരുന്നു. വിശപ്പുണ്ടാകുന്നു. ഇതെല്ലാമാണ് ഇതിൻ്റെ ഗുണങ്ങൾ. ഇനി പറയാൻ പോകുന്നത് ഷഡ്പദം എന്ന യോഗയാണ്. ഇതിനു വേണ്ടി കാൽമുട്ടുകൾ വിരിയിൽ അമർത്തി വെച്ചിരിക്കുക. കൈകൾ കാൽമുട്ടുകൾക്കിരുവശങ്ങളിലായി വിരിയിൽ അമർത്തി വെക്കുക. വലത് കാലിൻ്റെ ഉപ്പുറ്റിയിൽ പുഷ്ടഭാഗം വെച്ച് ഇടത് കാൽ പിന്നിലേക്ക് നിവർത്തി വെക്കുക. ഇരു കാലുകളുടെയും പാദങ്ങൾ പിന്നിലേക്ക് നിവർത്തി വെച്ചിരിക്കണം. നെറ്റി വിരിപ്പിൽ മുട്ടിച്ചു വെക്കുക. ശ്വാസം സാവധാനം വലിച്ചുകൊണ്ട് തല ഉയർത്തിക്കൊണ്ടുവരിക. കഴുത്ത് പിന്നിലേക്ക് വളച്ച് ദൃഷ്ടികൾ മുകളിലേക്ക് ഉയർത്തുക. നട്ടെല്ല് പരമാവധി പിന്നിലേക്ക് വളഞ്ഞിരിക്കണം. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനത്തിൽ തല താഴ്ത്തി കൊണ്ടുവന്ന് നെറ്റി വിരിപ്പിൽ മുട്ടിക്കുക. ഇടത് കാലിൻ്റെ ഉപ്പുറ്റിയിൽ ഇരുന്ന് വലത് കാൽ പിന്നിലേക്ക് നീട്ടിവെച്ച് ഈ അഭ്യാസം ആവർത്തിക്കുക. ഇപ്രകാരം ഓരോ വശത്തും 5 പ്രാവശ്യം വീതം ചെയ്യുക. ഈ ഷഡ്പദാസനം അഭ്യസിക്കുന്നതിൻ്റെ ഗുണഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. തലവേദന ഉള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്നു. അരക്കെട്ടിന് നല്ല വ്യായാമം ലഭിക്കുന്നതിനാൽ അരക്കെട്ടിലെ എല്ലാ വേദനകൾക്കും കുറവ് ലഭിക്കുന്നു. അർഷോവായുവിനെ പുറന്തള്ളുന്നു. ഇതുമൂലം അർഷസ് പിടിപെട്ടവർക്ക് അതിൽ നിന്നും ആശ്വാസം ലഭിക്കുകയും അല്ലാത്തവർക്ക് അർഷസിൽ നിന്നും സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു.
കാലിലെ പേശികൾക്കും അസ്ഥികൾക്കും നല്ല വ്യായാമം ലഭിക്കുന്നതിനാൽ കാൽമുട്ടിലെ വേദന, വാദം എന്നിവയ്ക്ക് ശമനമുണ്ടാകും. രക്തസമ്മർദ്ദം മൂലമുണ്ടാകുന്ന തലകറക്കം ഇല്ലാതാകും. ശീഘ്രസ്ഖലനം അവസാനിക്കുന്നു. സന്ധി വേദനയ്ക്കും സന്ധിവാദത്തിനും ആശ്വാസം ലഭിക്കുന്നു. ഈ ഷഡ്പദം എന്ന യോഗ അഭ്യസിക്കുന്നതിലൂടെ നമുക്ക് ഇത്തരം ഗുണങ്ങളെല്ലാം നമ്മൾക്ക് ലഭിക്കുന്നു. നമ്മൾ ഓരോ യോഗ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടി ശവാസനം അഭ്യസിക്കുക. അതല്ലെങ്കിൽ നിവർന്നു നിന്നുകൊണ്ട് ദീർഘമായി ശ്വസനക്രിയ ചെയ്യുക. അതുവഴി നമ്മുടെ ശരീരത്തിന് നല്ല റിലാക്സ് ലഭിക്കും എന്നുള്ളതാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഓരോ യോഗയിലും ഇത് ആവർത്തിക്കണം. അതുപോലെ തന്നെ പറയാനുള്ളത്, ഇനി അടുത്ത വരുന്ന ഓരോ ക്ലാസ്സുകളും എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എല്ലാം ഒന്നായിട്ട് നമുക്ക് ഇതിൽ ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം ധാരാളം സമയം ഇതിന് വേണ്ടിവരും. അതുകൊണ്ട് തന്നെ യോഗയിലെ ചില ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് സൗകര്യത്തിന് വേണ്ടി 2, 3, 4, 5 എണ്ണൊക്കെ ചേർത്തുകൊണ്ടുള്ള ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ ക്ലാസ്സിലെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഇവിടെ പറയുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.